എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫ്രാക്ഷനിൽ നിന്ന് മറ്റൊരു ഫ്രാക്ഷൻ അല്ലെ ഒരു ഭിന്നസംഖ്യയിൽ നിന്ന് മറ്റൊരു ഭിന്നസംഖ്യ എങ്ങനെയാണ് കുറയ്ക്കുക എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആയി കഴിഞ്ഞാൽ മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് ഒരു മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെയാണ് കുറയ്ക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ചേന, നാം ഒരു വീട്ടിൽ നിന്നൊരു ചേന പറിച്ചെടുത്ത് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മൊത്തം ഭാരം ഒരു 2.5 കിലോ ഉണ്ട് ഇതിൻ്റെ ഭാരം. അപ്പോൾ 2.5 കിലോ തൂക്കമുള്ള ഒരു ചേന നമ്മൾ പറിച്ചു. നാം എന്ത് ചെയ്തു? നാം ഇതിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചിട്ട് എന്ത് ചെയ്തു? നമ്മുടെ അയൽവാസിക്ക് കൊടുത്തു. ഒരു കഷ്ണം മുറിച്ചു. അപ്പോൾ ഈ കഷ്ണം ഒരു 1.25 കിലോ ഉണ്ടെന്ന് വിചാരിക്കാം. 1/4 കിലോ. ഇതാണ് ഈ കഷ്ണത്തിൻ്റെ ഭാരം. അങ്ങനെയാണെങ്കിൽ ഈ ബാക്കിയുള്ള കഷ്ണത്തിന് എത്രയായിരിക്കും അതിൻ്റെ ഭാരം, അതിൻ്റെ തൂക്കം എത്രയായിരിക്കും ഉണ്ടാവുക? നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ? നമുക്കറിയാം മൊത്തം എത്രയാണ്? മൊത്തം 2.5 കിലോ ആണ് ഭാരം. അതിൽ നിന്ന് ഈ 1.25 കിലോ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതായിരിക്കും ഇതിന്റെ തൂക്കം അല്ലേ? അപ്പൊ നാം എന്ത് ചെയ്യണം? നമുക്കറിയാം 2.5 കിലോ, അതായത് 2/1/2 നിന്ന് എത്ര കുറയ്ക്കണം? 1.25 കിലോ അല്ലെ? 1/1/4 കുറച്ചാൽ നമുക്ക് ഉത്തരം കിട്ടി. ഇവിടെ നോക്കിയേ, നമുക്കറിയാം ഒരു ഭിന്നസംഖ്യയിൽ നിന്ന് വേറൊരു ഭിന്നസംഖ്യ കുറയ്ക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? അത് നമ്മൾ അറിയാം. പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം വന്നത്? ഇവിടെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ അല്ലെ, മിശ്ര ഭിന്നമാണ്. അപ്പൊ ഒരു മിശ്ര ഭിന്നത്തിൽ നിന്ന് മറ്റൊരു മിശ്ര ഭിന്നം അല്ലെങ്കിൽ മറ്റൊരു ഫ്രാക്ഷൻ എങ്ങനെയാണ് കുറയ്ക്കുക? അതാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ നമ്മൾ മുമ്പ് രണ്ട് മിശ്ര ഭിന്നങ്ങൾ, അതായത് രണ്ട് മിക്സഡ് ഫ്രാക്ഷൻ തമ്മിൽ എങ്ങനെ കൂട്ടുക എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? അത് നമ്മൾ 2 തരത്തിൽ ചെയ്തിട്ടുണ്ട്. ഒന്നെങ്ങനെയായിരുന്നു? നമുക്ക് ഇതും അല്ലെ, ഈ പൂർണ്ണസംഖ്യയിൽ തമ്മിൽ ആദ്യം കൂട്ടും, പിന്നെ ഇത് രണ്ടും തമ്മിൽ കൂട്ടും, ഫ്രാക്ഷൻ തമ്മിൽ പിന്നെ കൂട്ടും, അങ്ങനെ പഠിച്ചു. അതല്ലെങ്കിൽ നാം എന്ത് ചെയ്യും? ഈ മിശ്ര ഭിന്നത്തെ നാം എന്താക്കി മാറ്റും? വിഷമ ഭിന്നമാക്കി മാറ്റും അല്ലെ? അതായത് ഈ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി നമ്മൾ മാറ്റും. അങ്ങനെയും ചെയ്തു അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് ഇത് നമുക്ക് മൈനസ് ചെയ്യണം. അപ്പൊ ഇവിടെ എപ്പോഴും നിങ്ങൾക്ക് എളുപ്പമാകുക ഏതായിരിക്കും? ഇതിനെ മിശ്ര ഭിന്നത്തെ നാം വിഷമ ഭിന്നമാക്കി, അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റുകയായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പം. അതല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ നമുക്ക് ഇത്തിരി കൺഫ്യൂഷൻ വരും, അത് നിങ്ങൾക്ക് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് കുറയ്ക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ ആദ്യം അതിനെന്താക്കുക? അതിൻ്റെ രൂപം ഒന്ന് മാറ്റാം. മനസ്സിലായല്ലോ? അതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. അതല്ലെങ്കിൽ ചില കണക്കുകളിൽ നിങ്ങളെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഇതായിരിക്കും നമുക്ക് ഈസി. അപ്പൊ നാം എന്ത് ചെയ്യണം? ഇതിനെ 2.5-ൽ നിന്ന് 1.25 കുറയ്ക്കണം. അപ്പൊ 2.5 നമുക്ക് എങ്ങനെ മാറ്റാം? ഇത് തമ്മിൽ ഗുണിക്കുക അല്ലെ? ഇവര് തമ്മിൽ ഗുണിക്കും, ആ കിട്ടിയ ഉത്തരത്തിന്റെ കൂടെ ഇത് കൂട്ടും അല്ലെ? അപ്പൊ എത്ര വരും? 2 × 2 4, 4ന്റെ കൂടെ 1 കൂട്ടിയാൽ 5. അപ്പൊ നമുക്ക് 5/2 മൈനസ്, ഇനി ഇതിനെ ഗുണിക്കും അല്ലെ? 4 × 1 4, പിന്നെ ഇതിന്റെ കൂടെ 1 കൂട്ടിയാൽ 5. അപ്പൊ നമുക്ക് 5/4. അപ്പൊ നമുക്ക് 5/2 മൈനസ് 5/4 കിട്ടി അല്ലെ? ഇനി എന്ത് വേണം നമുക്കറിയാലോ? ഇവിടെ ഛേദം സെയിം ആയിരിക്കണം അല്ലെ? ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം. സെയിം അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്താണ്? സെയിം ആക്കണം. അപ്പൊ 2നെ നമുക്ക് എന്താക്കാൻ പറ്റും? 4 ആക്കാൻ പറ്റും അല്ലെ? എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നമ്മൾ ഇവിടെ 2 കൊണ്ട് ഗുണിച്ചു, ഉടനടി ഇവിടെയും നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്നു അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഇവിടെ? 5 × 2 10/2 × 2 4 മൈനസ്, ഇനി എന്ത് ചെയ്യാം? 5/4 അല്ലെ? അപ്പൊ 5/4. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആയി വന്നു അല്ലെ? സീക്രട്ട് എന്ത് വരും? 10-ൽ നിന്ന് 5 കുറയ്ക്കുക, 5/4. 5/4 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ? 5ൽ 4 എത്ര പ്രാവശ്യം പോകും? 1 പ്രാവശ്യം പോകും അല്ലെ? അപ്പൊ 1 × 4 4. ഇവിടെ എത്ര ഉണ്ട്? 5. 1 കൂടുതലൂടെ അല്ലെ? 1 നമ്മൾ മുകളിൽ എഴുതി, ഈ 4 അങ്ങനെ എഴുതി. അപ്പൊ എത്ര വന്നു? ബാക്കി എത്രയുണ്ട്? ചേനയുടെ വെയിറ്റ് 1.25 കിലോ ചേന ബാക്കി ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഒരു മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് വേറൊരു ഫ്രാക്ഷൻ മൈനസ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ നാം എന്ത് ചെയ്താൽ മതി? മിക്സഡ് ഫ്രാക്ഷൻ ആദ്യം എന്താക്കി മാറ്റാം? നമുക്ക് ഇംപ്രോപ്പർ, അതായത് വിഷമ ഭിന്നമാക്കി മാറ്റിയിട്ട് ചെയ്യാം. അതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 64 64-ൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ എന്താണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം? നതാഷ ഡ്രൂ എ സർക്കിൾ ആൻഡ് കളേർഡ് 5/12 on it. അതായത് നതാഷ എന്ത് ചെയ്തു? ഒരു സർക്കിൾ വരച്ചു. സർക്കിൾ വരച്ചിട്ട് അതിന്റെ 5/12 ഭാഗം കളർ ചെയ്തു. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി സർക്കിൾ റിമെയിൻസ് ടു ബി കളേർഡ്. ഇനി ആ സർക്കിളിൽ 5/12 ഭാഗം കളർ ചെയ്തിട്ടുള്ളൂ അല്ലെ? അതായത് 12 തുല്യ ഭാഗമാക്കിയതിൽ 5 ഭാഗം കളർ ചെയ്തു. ഇനി ബാക്കി എത്ര ഭാഗം കളർ ചെയ്യാനുണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ എത്ര ഭാഗം കളർ ചെയ്തു? അപ്പൊ നമുക്ക് ആദ്യം എഴുതാം.
കളേർഡ് പാർട്ട്, അതായത് കളർ ചെയ്ത ഭാഗം. എത്ര ഭാഗം കളർ ചെയ്തു? 5/12 ഭാഗം. ഓക്കെ, ഇനി നാം എന്ത് ചെയ്യണം? നമുക്കറിയാം മുഴുവൻ ഭാഗത്തിൽ നിന്ന് ഈ 5/12 ഭാഗം കുറച്ചാൽ മതി അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം ഒരു സർക്കിളിന്റെ മൊത്തം ഭാഗം, അതായത് നമുക്ക് ടോട്ടൽ സർക്കിളിന്റെ മൊത്തം, ഇപ്പൊ ഒരു സർക്കിൾ ആണെങ്കിൽ സർക്കിളിന്റെ മൊത്തത്തെ നാം എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് ഇവിടെ നോക്കിയേ, 12 ഭാഗമാക്കിയതിൽ 5 ഭാഗമാണ് കളർ ചെയ്തത് അല്ലേ? അത് തുല്യമായിട്ട് 12 ഭാഗമാക്കി, ഇങ്ങനെ 12 ഭാഗമാക്കി, ഈ 12 ഭാഗമാക്കിയതിൽ 5 ഭാഗമാണ് കളർ ചെയ്തത് അല്ലേ? നമുക്ക് ഈ ടോട്ടൽ സർക്കിളിന് എന്ത് പറയാം? 12 ഭാഗത്തിൽ 12 ഭാഗം അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നല്ലേ? അതായത് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും, അംശവും ഛേദവും സെയിം ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒന്നെന്നാണ് പറയാം അല്ലേ? അതായത് ഇപ്പൊ നോക്കിയാൽ 12/12 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 1 അല്ലെ? അല്ലെങ്കിൽ 2/2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 1 അല്ലെ? അപ്പൊ നമുക്കിവിടെ ഒന്നിന് എന്തെന്ന് എഴുതാൻ പറ്റും? ഇവിടെ 12 ഭാഗമാക്കിയത് കൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഈ മുഴുവൻ ഭാഗത്തെയും നമുക്ക് ഇവിടെ ഡിനോമിനേറ്റർ 12 വരുന്ന രൂപത്തിൽ നമുക്ക് എഴുതാം. മനസ്സിലായില്ല? അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? നമ്മളുടെ ഡിനോമിനേറ്റർ സെയിം ആക്കി, അതായത് 12 എഴുതാണെങ്കിൽ നാം മുഴുവൻ സർക്കിൾ ആവണമെങ്കിൽ നാം എന്ത് എഴുതണം? മുകളിലും 12 എഴുതണം അല്ലെ? അപ്പൊ 12/12 എന്ന് പറഞ്ഞാലാണ് 1 ആവുക. എന്തുകൊണ്ടാണ് നമ്മൾ 12 എടുക്കാൻ കാരണം? നാം ഇവിടെ നോക്കിയേ, കളർ ചെയ്ത ഭാഗം 12 ഭാഗമാക്കിയതിൽ 5 ഭാഗമാണ് അല്ലെ? അപ്പൊ ഇവിടെ 12 ഭാഗമാക്കി, അതുകൊണ്ട് നാം എന്ത് ചെയ്യുന്നു? ഇവിടെയും നാം 12 സെയിം ഡിനോമിനേറ്റർ ആകുമ്പോഴേ നമ്മൾ ഇവിടെ 12 എന്ന് എഴുതി. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇവിടെ ഇതിന്റെ രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഛേദം സെയിം ആവാൻ വേണ്ടി നാം എന്ത് ചെയ്തു? ഇവിടെ 12 എന്ന് എഴുതിയപ്പോ ഇവിടെയും നമ്മൾ 12 എന്ന് എഴുതി അല്ലെ? ഇവിടെ 12 ഇവിടെ മുകളിലപ്പത്ത് എഴുതേണ്ടി വരും. ഇത് ഈ മുഴുവൻ സർക്കിൾ എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ? 1 കിട്ടണം നമുക്ക്. അപ്പൊ ഇവിടെ അടിയിൽ 12 എന്ന് എഴുതിക്കഴിഞ്ഞാൽ ഇവിടെ അടി മുകളിലും 12 എഴുതണം. അപ്പോഴാണ് നമുക്ക് 12/12 എന്ന് പറഞ്ഞാൽ 1 അല്ലെ? 5/5 എന്ന് പറഞ്ഞാൽ 1, 4/4 എന്ന് പറഞ്ഞാൽ 1 അല്ലെ? അപ്പൊ നാം ടോട്ടൽ സർക്കിൾ എങ്ങനെ എഴുതി? 12/12 എന്ന് എഴുതി. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഫ്രാക്ഷൻ ടു ബി കളേർഡ്, അതായത് ഇനി കളർ ചെയ്യാനുള്ള ഭാഗം മൊത്തം എത്ര ഉണ്ട്? മൊത്തം 12/12 അല്ലെ? ഇതാണ് മൊത്തം സർക്കിള്. അതിൽ നിന്ന് എത്ര കുറയ്ക്കണം? ഇത്രയും ഭാഗം കളർ ചെയ്തു അല്ലെ? 5/12 നമ്മൾ മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഇവിടെ സെയിം അല്ലേ? സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് 12ൽ നിന്ന് 5 കുറച്ച് എത്ര കിട്ടും? 7/12. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം എന്താണ്? നാം ഇവിടെ ഫുൾ എടുത്തപ്പോൾ എന്തെന്ന് എഴുതി? ഇവിടെ ഏതാണോ ഡിനോമിനേറ്റർ, ഇവിടെ 5/12 ആയപ്പോൾ നമ്മൾ 12/12 എഴുതി. ഇവിടെ നോക്കിയാൽ 5/7 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എങ്ങനെ മാറ്റി എഴുതണം? 7/7 എന്ന് എഴുതണം. മനസ്സിലായില്ലേ? തെറ്റിക്കരുത്. ഇവിടെ 5/10 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് എഴുതണം? അപ്പൊ ഇവിടുത്തെ ഡിനോമിനേറ്റർ ഏതാണോ അത് ഇതിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതണം. എന്നിട്ട് അതേ സംഖ്യ തന്നെ മുകളിൽ എഴുതണം. അപ്പൊ ഇവിടെ നമുക്ക് എത്രയായി? 1 ആയി അല്ലെ? ഫുള്ളായി. മനസ്സിലായില്ലേ? അപ്പൊ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. ബക്കറ്റ് ക്യാൻ ഹോൾഡ് 10 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ അല്ലെ? ഒരു ബക്കറ്റിൽ എത്ര വെള്ളം കൊള്ളും? 10 ലിറ്റർ വെള്ളം കൊള്ളും. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ 3 ലിറ്റേഴ്സ്. അതിലിപ്പോൾ എത്ര വെള്ളമുണ്ട്? 3.25 ലിറ്റർ വെള്ളമുണ്ട്. അപ്പൊ ഒരു ബക്കറ്റിൽ മൊത്തം 10 ലിറ്റർ വെള്ളം കൊള്ളും. അതിൽ ഇപ്പോൾ ഉള്ളത് 3.25 ലിറ്റർ വെള്ളമാണ്. ഇനെന്താണ് ചോദ്യം? ഹൗ മച്ച് മോർ ഈസ് നീഡഡ് ടു ഫിൽ ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ആ ബക്കറ്റ് നിറയ്ക്കാൻ ഇനി എത്ര വെള്ളം കൂടി ആവശ്യമുണ്ട്? ഇതാണ് ചോദ്യം. അപ്പോൾ ഒരു ബക്കറ്റ് ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഒരു ബക്കറ്റ്, ഇതൊരു ബക്കറ്റാണെന്ന് വിചാരിക്കാം അല്ലെ? ഈ ബക്കറ്റിൽ എത്ര വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല? സോറി, ഇതിന്റെ കപ്പാസിറ്റി, ബക്കറ്റിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ബക്കറ്റിൽ മൊത്തം 20 ലിറ്റർ വെള്ളം കൊള്ളും. അപ്പൊ ഈ ബക്കറ്റിൽ മുഴുവനായിട്ട് 20 ലിറ്റർ വെള്ളമാണ് ബക്കറ്റിൽ മുഴുവനായിട്ട് കൊള്ളുന്നത്. അതിലിപ്പോൾ എത്ര വെള്ളമുണ്ട്? 3.25 ലിറ്റർ വെള്ളമുണ്ട് അല്ലെ? അപ്പൊ ഇപ്പൊ ഇവിടം വരെയും വെള്ളം ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടം വരെയും വെള്ളം ഇപ്പോൾ ഉണ്ട്. ഇത് എത്രയുണ്ട്? സോറി, 20 ലിറ്റർ അല്ല അല്ലെ? 10 ലിറ്റർ ആണ്. തെറ്റിയാണ്. 10 ലിറ്റർ വെള്ളമാണ് ഇതിന്റെ കപ്പാസിറ്റി അല്ലെ? അപ്പൊ ഇതിൽ ഇപ്പൊ എത്ര വെള്ളമുണ്ട്? 3.25 ലിറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നിറയ്ക്കാൻ എത്ര വെള്ളം വേണമെന്നാണ് ചോദ്യം
അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇത് നിറയ്ക്കണമെങ്കിൽ എത്ര വെള്ളം വേണ്ടി വരും? നാം ഈ 10 ലിറ്റർ മൊത്തം കപ്പാസിറ്റി 10 ലിറ്റർ ആണ്. അതിൽ നിന്ന് നാം എന്ത് കുറച്ചാൽ മതി? ഇപ്പോൾ ഉള്ള വെള്ളത്തിന്റെ അളവ് കുറച്ചാൽ മതി അല്ലേ? അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഇത്രയും ഇവിടെ എത്ര കൊള്ളാവുന്ന വെള്ളത്തിന്റെ അളവ് നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് അത് എഴുതാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? കപ്പാസിറ്റി ഓഫ് ബക്കറ്റ്, കപ്പാസിറ്റി ഓഫ് ബക്കറ്റ്, അതായത് കപ്പാസിറ്റി ഓഫ് ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ബക്കറ്റിൽ കൊള്ളാവുന്ന വെള്ളത്തിന്റെ അളവ് എത്രയാണ്? 10 ലിറ്റേഴ്സ്. 10 ലിറ്റർ വെള്ളം ബക്കറ്റിൽ കൊള്ളും. ഇനി ബക്കറ്റിൽ ഇപ്പോഴുള്ള വെള്ളത്തിന്റെ അളവ് എത്രയാണ്? അപ്പൊ നമുക്ക് അത് എഴുതാം. വാട്ടർ ഇൻ ദി നൗ, വാട്ടർ ഇൻ ദി ബക്കറ്റ്, അതായത് ബക്കറ്റിൽ ഇപ്പോഴുള്ള വെള്ളത്തിന്റെ അളവ് എത്രയാണ്? വെള്ളത്തിന്റെ അളവ് 3.25 ലിറ്റർ അല്ലെ? 3/4 ലിറ്റർ. ഇത്ര വെള്ളം ബക്കറ്റിൽ ഇപ്പോഴുണ്ട്. അങ്ങനെയാണെങ്കിൽ ബക്കറ്റ് നിറയ്ക്കാൻ ആവശ്യമായ വെള്ളത്തിന്റെ അളവ് അല്ലെ? എമൗണ്ട് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, എങ്ങനെയാണ് എഴുതാം? എമൗണ്ട് ഓഫ് വാട്ടർ നീഡഡ് ടു fill the bucket, അതായത് അങ്ങനെയാണെങ്കിൽ ബക്കറ്റ് നിറയ്ക്കാൻ ആവശ്യമായ വെള്ളത്തിന്റെ അളവ് എന്ത് ചെയ്താൽ മതി? നമ്മൾ മൊത്തം കപ്പാസിറ്റി 10 ലിറ്റർ ആണ് അല്ലെ? 10ൽ നിന്ന് നാം എന്ത് കുറയ്ക്കണം? ഇപ്പോൾ ഉള്ള വെള്ളത്തിന്റെ അളവ് 3.25 കുറയ്ക്കണം. അപ്പൊ നമുക്കിവിടെ ആദ്യം എന്ത് ചെയ്യണം? 10നെ 10 ആയിട്ട് തന്നെ കിടക്കട്ടെ അല്ലെ? ഇവിടെ നമുക്ക് മിക്സർ ഭിന്നത്തൊന്ന് മാറ്റണം അല്ലെ? മിക്സർ ഫ്രാക്ഷൻ മാറ്റണം, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. എന്ത് ചെയ്യണം? നമ്മൾ ഇത് തമ്മിൽ ഗുണിക്കുന്നു, ഇത് കൂട്ടുന്നു അല്ലെ? അപ്പൊ 4 × 3 12, 12ന്റെ കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 12 3 15. അപ്പൊ 15/4. അപ്പൊ 3.25 നാം 15/4 മാറ്റി എഴുതി അല്ലെ? ഇപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് പെട്ടെന്ന് ഇത് മൈനസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്താണ് കാരണം? ഇതിന്റെ ഡിനോമിനേറ്റർ 4 ആണ്. ഇവിടുത്തെ ഡിനോമിനേറ്റർ എത്രയാണ്? ഇവിടെ ഇട്ടിട്ടില്ല അല്ലെ? അതിന്റെ അർത്ഥം എന്താണ്? എല്ലാ സംഖ്യക്കും ഡിനോമിനേറ്റർ ഉണ്ട്. എത്രയാണത്? ഇട്ടിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? 1 ആണ് അല്ലെ? 10/1 എന്ന് പറഞ്ഞാൽ 10 തന്നെ. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ 1 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 4 ആണ്. ഇവിടെ 4 ആക്കാൻ വേണ്ടി നാം ഇതിനെ 4 കൊണ്ട് ഗുണിക്കണം. മുമ്പ് ചെയ്യാറുള്ള പോലെ തന്നെ അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെയും 4 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരും. ഇവിടെ 10 അടിയിൽ ഇല്ലല്ലോ എന്ന് തോന്നും അല്ലെ? അപ്പൊ എല്ലാ സംഖ്യകളുടെയും അടിയിൽ ഒരു 1 ഉണ്ട്. അത് നമ്മൾ 1 ഇടാറില്ല. മനസ്സിലായില്ലേ? അത് 2, 3, 4 ഒക്കെ ആണ് നമ്മൾ അത് എഴുതും. അതല്ലെങ്കിൽ നാം 1 ഇടൂല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 10നെ നാം ഇതിന്റെ ഡിനോമിനേറ്റർ 1 ആണ്. അപ്പൊ നമ്മൾ 4 ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇവിടെ 4 കൊണ്ട് ഗുണിച്ചു. അതേപോലെ ഇവിടെ 4 കൊണ്ട് ഗുണിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി നോക്കിയേ? 10 × 4 40/1 × 4 4. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 10നെ 40/10 40/4 എന്ന് എഴുതി അല്ലെ? 40/4 എന്ന് പറയാൻ എത്രയാണ്? 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 ആണ് അല്ലേ? മനസ്സിലായല്ലോ? അപ്പൊ ആ 10 ആണത്. അപ്പൊ നമ്മൾ 10നെ മാറ്റിയിട്ട് 40/4 എന്ന് എഴുതി. മൈനസ് 15/4. ഇനി നമുക്ക് എളുപ്പം മൈനസ് ചെയ്യാൻ പറ്റും അല്ലെ? 40ൽ നിന്ന് 15 കുറച്ച് എത്ര വരും? 25. അപ്പൊ 25/4. അപ്പൊ 25/4 ലിറ്റർ വെള്ളം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ബക്കറ്റ് നിറയും അല്ലെ? അപ്പൊ നമ്മൾ ഒരാളോട് 25/4 ലിറ്റർ വെള്ളം വേണം എന്ന് പറഞ്ഞാൽ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, കേൾക്കുന്ന അയാൾക്ക് മനസ്സിലാവില്ല എത്ര ലിറ്റർ വെള്ളം വേണം അല്ലെ? അപ്പൊ നാം എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? മിശ്ര ഭിന്നത്തിലേക്ക്, അതായത് നാം ഇതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണം അല്ലെ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 25നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4ന്റെ ടേബിൾ നോക്കിയേ. 5 × 4 20, 6 × 4 24 അല്ലെ? 6 × 4 24, 7 × 4 28. അപ്പൊ കറന്നുപോയി. അപ്പൊ 6 × 4 6 പ്രാവശ്യം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 6 കൂടെ എഴുതി. 6 × 4 24 ആണ്. ഇവിടെ 25 ഇല്ലേ? അപ്പൊ എത്ര കൂടുതലുണ്ട്? 24 കഴിഞ്ഞാൽ 25, 1 കൂടുതലുണ്ട് അല്ലെ? ആ 1 നമ്മൾ ഇവിടെ എഴുതി. അതായത് 1 റിമൈൻഡർ. ആ റിമൈൻഡർ നമ്മൾ ഇവിടെ എഴുതി. ബാക്കി എന്താണ്? ഈ 4 അതേപോലെ നമ്മൾ എഴുതി. അപ്പൊ 6/1/4. അപ്പൊ 6/1/4 അതായത് 6.25 ലിറ്റർ എന്ത് വേണം? വെള്ളം കൂടി ഉണ്ടെങ്കിൽ ഈ ബക്കറ്റ് ഫില്ലാവും. മനസ്സിലായല്ലോ? നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്തു നോക്കാം. ഇനി നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. ഫ്രം എ സ്ട്രിങ് 1 3/4 ഓഫ് എ മീറ്റർ ലോങ്, അതായത് ഒരു ചരട് അല്ലെ? ചരടിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് നീളം? 1 3/4 ഓഫ് എ മീറ്റർ അല്ലെ? അപ്പൊ ഒരു ചരടിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്. 1 3/4 ഓഫ് നിൽക്കുന്നത് 1 പിന്നെ 3/4 അല്ലെ? 3/4.
അപ്പോൾ നമുക്ക് 1/3/4 മീറ്റർ. ഇതാണ് ചരടിൻ്റെ മൊത്തം നീളം. ഇതിൽ നിന്ന് എ പീസ് ഹാഫ് എ മീറ്റർ ലോങ് ഈസ് കട്ട് ഓഫ്. ഒരു പീസ് മുറിച്ചളഞ്ഞു. എത്ര നീളം അതിൻ്റെ? ഹാഫ് എ മീറ്റർ അല്ലേ, 1/2 മീറ്റർ. അപ്പോൾ 1/2 മീറ്റർ നീളമുള്ള ഒരു പീസ് 1/2 മീറ്റർ നീളമുള്ള ഒരു പീസ് ഇതിൽ നിന്ന് മുറിച്ചു കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബാക്കി ഭാഗത്തിന് എത്ര നീളം ഉണ്ടായിരിക്കും അല്ലേ? ഇത്രയും ഭാഗം ബാക്കിയുണ്ട്, അതിൻ്റെ നീളമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നാം എന്ത് ചെയ്യണം? നമുക്കറിയാം മൊത്തം നീളം അറിയാം അല്ലേ, 1.25 മീറ്റർ ആണ്. അതിൽ നിന്ന് ഇത്രയും ഭാഗം നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി അല്ലേ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് എഴുതാം? ഈ ചരടിന്റെ നീളം എഴുതണം അല്ലേ. അപ്പോൾ ലെങ്ത് ഓഫ് സ്ട്രിങ്, അതായത് ചരടിന്റെ നീളം എത്രയാണ്? 1.25 മീറ്റർ അല്ലേ, 1/3/4 മീറ്റർ. അപ്പോൾ ഞാൻ മലയാളത്തിൽ ഞാനിപ്പോൾ പലവരും ഇപ്പോഴും നമ്മളോട് പറയാറുണ്ട് മലയാളത്തിൽ ക്ലാസ് എടുക്കാൻ പറയാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ മലയാളത്തിൽ തന്നെയാണ്. പിന്നെ ഞാൻ ചില കാര്യങ്ങൾ എഴുതേണ്ട കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എഴുതുന്നു, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിനും കൂടി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ സമയം കുറേ പോകും. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ മാത്രം എഴുതുന്നത്. പക്ഷേ ആ എഴുതുന്നതിൻ്റെ മലയാളം കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ മലയാളം മീഡിയക്കാരെന്ത് ചെയ്യണം? ആ എഴുതുന്നതിൻ്റെ മലയാളം എഴുതി വെക്കാം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നമുക്ക് സമയം കുറേ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നാം ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1.25 മീറ്റർ ആണ് ലെങ്ത് ഓഫ് സ്ട്രിങ് അല്ല, ചരടിന്റെ ആകെ നീളം. ഇനി മുറിച്ച് കളഞ്ഞ കഷത്തിന്റെ നീളം എഴുതണ്ടേ? അപ്പൊ നമുക്ക് എഴുതാം ലെങ്ത് ഓഫ് ദി കട്ട് ഓഫ് പീസ്. ലെങ്ത് ഓഫ് ദി കട്ട് ഓഫ് പീസ്, അതായത് മുറിച്ചു മാറ്റിയ ഭാഗത്തിന്റെ നീളം എത്രയാണ്? 1/2 മീറ്റർ. ഇത്രയും ഭാഗം നീക്കി അല്ലേ. അങ്ങനെയാണെങ്കിൽ ബാക്കി ഭാഗത്തിന്റെ നീളമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ലെങ്ത് ഓഫ് ദി റിമൈനിങ് പീസ്. ലെങ്ത് ഓഫ് ദി റിമൈനിങ് പീസ്, അതായത് ബാക്കിയുള്ള ഭാഗത്തിന്റെ നീളം എത്രയായിരിക്കും? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം അല്ലേ. 1/3/4 നിന്ന് 1/2 നമുക്ക് മൈനസ് ചെയ്ത് കളഞ്ഞാൽ ഉത്തരമായി അല്ലേ. അപ്പൊ ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ നോക്കിയാൽ ഒരെണ്ണം മിക്സഡ് ഫ്രാക്ഷൻ ആണ് അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഈ മിക്സഡ് ഫ്രാക്ഷൻ അങ്ങോട്ട് മാറ്റാം. എങ്ങനെ മാറ്റേണ്ടത്? നമുക്കറിയാം, ഇത് തമ്മിൽ ഗുണിക്കുക, അതിന്റെ കൂടെ ഇത് കൂട്ടാം അല്ലേ. അപ്പൊ 4 × 1 4, 4ന്റെ കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 7 അല്ലേ. അപ്പൊ നമുക്ക് 7/4 എന്ന് എഴുതി. ഏതിനെ? 1/3/4 നമ്മൾ 7/4 എന്ന് മാറ്റി എഴുതി. മൈനസ് ഇത് അതേപോലെ തന്നെ എഴുതാം അല്ലേ, 1/2. ഇനി നമുക്ക് ചെയ്യാനറിയാം അല്ലേ. ഇവിടെ എന്താണ് വേറൊരു കുഴപ്പമുള്ളത്? ഇവിടെ നിൽക്കിയ ഡിനോമിനേറ്റർ സെയിം അല്ല അല്ലേ. അപ്പൊ നമ്മൾ സെയിം ആക്കിയാൽ മതി. അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. സീക്വൽ ടു എന്ത് വരും? ഇവിടെ 4, ഇവിടെ 2. അപ്പൊ 2നെ നമുക്ക് 4 ആക്കാൻ പറ്റുമല്ലോ. എന്ത് ചെയ്താൽ മതി? ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പൊ നമ്മൾ ഉടനടി മുകളിൽ 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 7/4 7/4 തന്നെ കിടന്നോട്ടെ. മൈനസ് ഇവിടെ 1 × 2 2/2 × 2 4. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 7/4 മൈനസ് 2/4 കിട്ടി. ഇപ്പൊ ഇത് സെയിം ആയല്ലോ. ഇനി 7ൽ നിന്ന് 2 കുറച്ചോ? 5 5/4. ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പൊ എത്ര ഭാഗം ഉണ്ട്? അതായത് ഇനിയുള്ള ഈ ചരടിന്റെ നീളം എത്രയായിരിക്കും? ബാക്കിയുള്ള ചരടിന്റെ 5/4 മീറ്റർ. അപ്പൊ നമ്മൾ 5/4 മീറ്റർ ചരടെന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ഒന്ന് മാറ്റി എഴുതാം. അതിനെ നമ്മൾ എങ്ങനെ ചെയ്യാറ്? 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. എത്ര പ്രാവശ്യം ഡിവൈഡ് ചെയ്യാൻ പറ്റും? 1 പ്രാവശ്യം അല്ലേ. അപ്പൊ 4 × 1 4. അപ്പൊ ഇവിടെ ബാക്കി എത്ര ഉണ്ട്? ഇവിടെ 5 ആണ് അല്ലേ. നമുക്ക് 4 കിട്ടണുള്ളൂ. അപ്പൊ ഇവിടെ 1 കൂടുതലുണ്ട്. ആ 1 നമ്മൾ മുകളിൽ എഴുതി. 4 അതേ 4 അടിയിൽ എഴുതി. അപ്പൊ 1 നമുക്ക് എന്ത് കിട്ടി? 1.25 മീറ്റർ ഈ ചരട് ഇനി ബാക്കിയുണ്ടാവും. മനസ്സിലായല്ലോ. ഇനി ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഈ രൂപത്തിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരു പണി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. 5/4 ഏതെങ്കിലും ഒരു രൂപത്തിൽ ചെയ്താൽ മതി. 5/4 നമുക്കിങ്ങനെ മാറ്റി എഴുതാം. ഇവിടെ 4 ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? 5നെ നമുക്ക് 4 + 1 എന്ന് എഴുതാം. കണ്ടില്ലേ? 4 ആയതുകൊണ്ടാണ് നമ്മൾ 4 + 1 എഴുതുന്നത്. ഇവിടെ 3 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതണം? 3 + 2 എന്ന് എഴുതണം. എന്നാൽ 5 കിട്ടുള്ളൂ അല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ മാറ്റി എഴുതി /4. അപ്പൊ 4 + 1/4 എന്ന് പറഞ്ഞാൽ ഈ 2നും /4 ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് 4/4 + 1/4. ഇനി നോക്കിയാൽ 4നെ 4 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ എത്ര വരും? 1. അപ്പൊ 1 + 1/4 എന്ന് പറഞ്ഞാൽ 1/4 അല്ലെ, 1.25 മീറ്റർ. അപ്പൊ ഇങ്ങനെ ചെയ്യായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. അതല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ രൂപത്തിൽ ചെയ്യാം. ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ആ പേജിൽ നമുക്ക് 3 ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട് അല്ലേ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.